Okay guys, ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ രംഗപ്രവേശനം ചെയ്യുകയാണ് മക്കളെ. നമ്മുടെ സ്വന്തം തറവാട്. മിസ്റ്റർ ഡ്രാഗൻ, കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയല്ലേ? നമ്മളെ വല്ലാണ്ട് മിസ് ചെയ്തെന്ന് തോന്നുന്നു റമദ, അല്ലേ? നമ്മൾ മിസ് ചെയ്യുന്നല്ല, നമ്മളെ മിസ് ചെയ്താണ്. കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയെന്ന് പറയാനുണ്ട്, അല്ലെ? ലാസ്റ്റ് വീഡിയോക്ക് ശേഷം ഇന്നാണ് കണ്ടുമുട്ടുന്നത്, അല്ലെ? അത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ കുറച്ച് ദിവസം മുമ്പ്, അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞാണ് ആ വീഡിയോ വന്നത്. നമ്മുടെ ഏതായിരുന്നു ആ വീഡിയോ? മറ്റേ ഒരു വോഡ്കയുടെ വേസ്റ്റ് വോഡ്ക എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഏകദേശം 2-3 ആഴ്ചയായി കാണും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്. അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തറവാട്ടിലാണ് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത്. എംഡിയും ഡ്രങ്കൻജിയും വീണ്ടും ഒന്നിക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പ്രൊഫഷണൽ ബ്ലോഗർ ഡ്രങ്കൻജി കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ, അതെല്ലാം വീഡിയോ പോയി. അപ്പൊ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റമദയിലെ ഒരു പുതിയൊരു ഡിഷ്. ബീഫ് നമ്മൾ ഇടിച്ചതല്ല, മുളകിടിച്ചതല്ല, ഇത് ഇടിച്ചിറച്ചിയോ അങ്ങനെ എന്തോ ഒരു ഡിഷാണ്. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് മറന്നു പോയത് കൊണ്ടാണ്. വഴിവക്കി കളഞ്ഞൊരു സാധനത്തെ കൂടെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ജോമോൻജി. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സത്യം പറഞ്ഞാല് ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ഇവരുടെ ഈ ഒരു ഡിഷിനെ കുറിച്ച് ഞാൻ ആഡ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നത് തന്നെ. സംഭവം നല്ല ഹൈലൈറ്റും നല്ല ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഹൈപ്പ് കിട്ടിയ ഒരു ബ്രാൻഡാണ്. ബ്രാൻഡല്ല, ആക്ച്വലി ഒരു ഡിഷ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ സ്വന്തം റമദയിലും നമ്മുടെ സ്വന്തം ആലപ്പുഴയിലും ഇതുപോലൊരു കാര്യം ഉള്ളപ്പോൾ ഇവിടുത്തെ തന്നെ എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സ്റ്റാർ ഹോട്ടൽ, 5-star ഹോട്ടൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന ഡിഷുകൾക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. അത് ഇവിടുത്തെ കുക്കിന്റെ തന്നെ ഒരു കൈപുണ്യമാണ്. അത് ഏത് സാധനമാണെങ്കിലും, ഈവൻ പീനട്ട് മസാല തൊട്ട് മുകളിലോട്ട് എല്ലാം. അപ്പൊ എന്തായാലും അത് ഇത്രയും ഹൈപ്പ് കിട്ടണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചറിയാതെ എന്തായാലും വേറെ നിവർത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഡ്രങ്കൻ ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? തറവാട്ടിലേക്ക് കയറിക്കോളൂ. കുറെ അധികം കാലമായി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പരസ്പരം കണ്ടുപിടിച്ചിട്ട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ വളരെ പരിമിതമായിട്ടൊന്നല്ല, പരിപൂർണ്ണം ഒരു 99% നമ്മുടെ ചാനലിൽ നിന്ന് ആൽക്കഹോൾ കണ്ടന്റ് ഒഴിവായെന്നത് നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇന്ന് വന്ന സ്ഥിതിക്ക് കുറെ കാലത്തിന് ശേഷം ആയതുകൊണ്ട് ഹാർഡ് സ്റ്റഫ്സിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ സ്വന്തം ഫ്ലേവേർഡ് വാട്ടേഴ്സ് ആയിരുന്ന ആണിപ്പോഴും ഡ്രങ്കൻജിയുടെ KF-നും എനിക്ക് 2 ബഡും. അതായിക്കോട്ടെ ഇന്നത്തെ ആഘോഷം. പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് അതൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ ഇടിയിറച്ചി. നമ്മൾ വെടിയിറച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിയിറച്ചി, അതിന്റെ ഫുൾ ഡീറ്റെയില് ഞാൻ പറയുന്നതല്ല, ഇതിന്റെ പ്രോപ്പർ പ്രൊഫഷണൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്ന് അത് നിങ്ങളെ കാട്ടിത്തരും. സോ മിസ്റ്റർ ഡ്രങ്കൻജീസ്, ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ പണി തുടങ്ങുവാണ് അല്ലേ? താങ്കൾ പണി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി, കാണുന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതെ, ഓക്കെ, അതിപ്പോ നടപടിയാക്കാം. എന്തോ ഇപ്പൊ പഴയ പോലെ കിട്ടാനില്ല. ബഡ് ഡിമാൻഡാണിപ്പോ, കിട്ടാനില്ല. അപ്പൊ നമ്മുടെ സ്വന്തം സാധനമൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം, നമ്മുടെ സ്വന്തം സ്ഥലത്ത്, അല്ലേ? അപ്പോൾ ഏറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ആ ഒരു ആംബിയൻസ് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്, നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലേ ഡ്രങ്കൻജി? സോ ദി ഫസ്റ്റ് അറൗണ്ട് മൈക്രോഡി ഓഫ് ദി നൈറ്റ് ആൻഡ് യുവർ ഫ്ലേവർ വാട്ടർ ഔട്ട്. ഡ്രങ്കൻജി, ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ ഒറ്റ വരി എന്നുള്ളൊരു കാര്യം തന്റെ നിഘണ്ടുവിൽ അത് അച്ചടിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? അതെ, അതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ഫ്ലേവേർഡ് വാട്ടർ.
ഇറച്ചി നമുക്ക് ഒന്നിന് തുടങ്ങി നമുക്ക് പ്രിപ്പറേഷൻ നമ്മുടെ മാസ്റ്റർ ഷെഫ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ റമദയുടെ കിച്ചണിലേക്ക് പോകാം. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഷെഫ് നമുക്ക് പരിചയപ്പെടുത്തി. ഓക്കെ ബ്രോ, ക്യാരി ഓൺ. ആലപ്പുഴ റബ്ബർ ഹോട്ടലിലെ ഷൂഷപ്പാണ്. എൻ്റെ പേര് ശ്രീകാന്താണ്. ഇടിയർച്ചി കൃഷിക്കാണ്. അതെ, ഇടിയർച്ചി പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഏറ്റവും റിസൾട്ട് നമ്മുടെ ബ്രോ നമുക്ക് പരിചയപ്പെടുത്തി തരും. മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, പത്തൽമുളക്, വെളിച്ചെണ്ണ, ഇടിയർച്ചി, മഞ്ഞപ്പൊടി. ഈ ഇടിയിറച്ചിയെ കുറിച്ചൊന്ന് പരിചയപ്പെടും. ഇത് ഈ പരുവത്തിലാക്കിയത് എങ്ങനെയാണ്? ഇത് നമ്മള് ഇടിയിറച്ചി എടുത്ത് നമ്മൾ ഡ്രൈ ആക്കി ഉണക്കി ഡ്രൈ ആക്കി പൊടിച്ച് വെച്ചതാണ്. ബീഫ് ആണല്ലേ? ബീഫാണ്. ഇടിയിറച്ചി നമ്മൾ എടുക്കുന്നത് 5 കിലോ ബീഫ് എടുത്ത് പോയത്തിട്ട് ഉണക്കിയെടുത്ത് 1 കിലോ ആക്കിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതെ, ഈ ഒരു പരുവത്തിലെത്തിയത് അങ്ങനെയാണല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് പണി തുടങ്ങിയല്ലോ? ഓക്കെ, ചെന്നൈ അല്ലേ? അത് പത്തൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത് അത് വെച്ച് കൂടുതലിടണം കേട്ടോ. ഒന്ന് സോട്ട് ചെയ്യാം. ചുവന്നുള്ളി ഇടുക, സോട്ട് ചെയ്യുക. മെയിൻ സാധനം ലാസ്റ്റ് കുറച്ച് കറിവേപ്പില. നമ്മുടെ ഇടിയിറച്ചി കംപ്ലീറ്റ് ആയിരിക്കാം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അംശം പോലും ഓയിൽ ഉണ്ടാവുന്നില്ല ഈ ഇടിയിറച്ചി. ഓക്കെ ഗാസ്, അപ്പൊ നമ്മുടെ ഇടിയിറച്ചി വരുന്നുണ്ട്. റങ്കൻ സജ്ജമായി ഇടിയിറച്ചി കണ്ടപ്പോ തന്നെ. ഇതിനകത്ത് കൂടുതൽ അലങ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങോട്ട് വന്നപ്പോ തന്നെ ആ ഒരു സ്മെല്ല് മാറിയതുണ്ട്, നമ്മുടെ ആംബിയൻസ് മാറിയതുണ്ട്. ഇല്ലേ? സത്യം പറയാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ അല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നമ്മുടെ YMCA വെച്ച് ഒരിക്കൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നിയില്ല. പക്ഷേ ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്ത് കണ്ടപ്പോൾ, അതായത് നേർക്ക് നേർ നിന്ന് കണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞുറപ്പിച്ചു കണ്ടത് this will be awesome. സോ എന്താണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിനകത്ത് ഒന്നും വിട്ടുകളയാൻ പാടില്ല. കറിവേപ്പിലയായാലും കറിവേപ്പില, മുളകായാലും മുളക്. ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് വേണം ദാ ഇങ്ങനെ പിടിക്കാൻ. വളരെ എന്താ പറയാ, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ആക്ച്വലി ഈ ഇടിയിറച്ചി. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മസാലകളോ അല്ലെങ്കിൽ സോസും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് വളരെയധികം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഈ ഇടിയിറച്ചി. കാരണം നമ്മളിത് ഇതിന്റെ പ്രിപ്പറേഷൻ, അതായത് ഈ ഇറച്ചി തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിൽ 5 കിലോ ഇറച്ചി ബീഫ് അത് ഉണക്കിയിട്ട് അതിന്റെ അവസാന പരുവത്തിലെത്തുമ്പോൾ 1 കിലോ ആയിട്ട് ചുരുങ്ങും. അതിൽ നിന്നും ഫാറ്റും വെള്ളവും ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും പോയിട്ട് 1 കിലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 5 കിലോ ഉണ്ടെങ്കിൽ ഒരു 10 നമുക്ക് കറിയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു സ്ഥാനത്താണ് 5 കിലോ 1 കിലോയുടെ പരുവത്തിലെത്തി ഈ ഒരു
രീതിയിൽ ഇതുപോലൊരു മാർവലസ് ഡിഷായിട്ട് നമ്മുടെ മുന്നിട്ട് വന്നിരിക്കുന്നത്. സോ ഇതെന്തായാലും സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഡിഷ് നമ്മുടെ ആലപ്പുഴയിൽ വേറെ വന്നിട്ടില്ല. അതായത് ഈ ഒരു ഇടിയിറച്ചി, ഇടിച്ചു ചതച്ചതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇടിയിറച്ചി ഈ ഒരു പരുവത്തിൽ ഇത്രയും ഹൈ ഡെഫിനിഷനോടെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി വരുവാ ഇല്ലയോ നമുക്ക് അറിയത്തുമില്ല. കാരണം ഇതൊക്കെ ടിപ്പിക്കൽ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡിഷാണ്. അതായത് നമ്മുടെയൊക്കെ അമ്മമാര് പറയുന്നില്ല, അമ്മൂമ്മമാര് അവരുടെ പുറമോട്ടുള്ള തലമുറ അവരൊക്കെയാണ് ഈ എസ്റ്റേറ്റ് അല്ലെ രംഗൻജി, ഈ എസ്റ്റേറ്റ് അങ്ങനെയുള്ള ഏരിയയിലുള്ളവരൊക്കെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത്. കാട്ടിൽ പോയി ഇടിവെക്കുന്നില്ല, കാട്ടിൽ പോയി അതിനെ ഇതിനെയൊക്കെ വെടിവെച്ച് കൊന്ന് കാട്ടുപോത്തിനെയൊക്കെ കൊന്നിട്ട്, അത് ഇപ്പൊ ഇല്ലീഗലാണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്ന കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നല്ലോ കുറെ കാലഘട്ടം മുമ്പ്. അവരൊക്കെ ഇതേ പരുവത്തിലാണ് പിന്നെ അവർ വീട്ടിൽ കൊണ്ട് ഇറച്ചി കൊണ്ടുവരിക. എന്നിട്ട് അവരുടെയൊക്കെ മുത്തശ്ശിമാരും അമ്മൂമ്മമാരും ഒക്കെ ഇതേ പരുവത്തിൽ ഉണക്കിയിട്ട് ഇടിച്ച് പരുവത്തിലാക്കിയിട്ട് ഈ ഒരു സെറ്റപ്പിൽ സെർവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ പരമ്പരാഗതമായ സ്റ്റൈലിൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല. സോ എന്നാലും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയതിൽ റമദ ആൻഡ് ക്രൂവിനെ ഞാൻ അംഗീകരിക്കുന്നു. ഒരുപാട് ഡിഷ് ഇവിടെ കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ റോയ്, ഇവിടുത്തെ OM, വിച്ച് മീൻസ് ഓപ്പറേഷണൽ മാനേജർ. പുള്ളി ഇവിടെ വന്നിട്ട് ഒത്തിരി കാലഘട്ടമൊന്നും ആയിട്ടില്ല. പക്ഷെ പുള്ളി ഒരു എറണാകുളം ബേസ്ഡ് ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പുള്ളി വന്നപ്പോൾ തൊട്ട് തന്നെ ഇവിടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഡെവലപ്മെന്റ് പുള്ളി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംപ്ലിമെന്റ് വരെ ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡിഷ് പുള്ളി കൊണ്ടുവന്നതാണ്. ആക്ച്വലി വളരെയധികം നല്ലൊരു ഡിഷാണ്. കാരണം പണ്ടത്തെ ഒരു റമദാനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും പുതിയ കാര്യങ്ങൾ പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മളുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ ദ ഹോട്ടൽ വിൽ ബി മച്ച് ഹൈ. നമ്മുടെ ഒരു കൊച്ചി വൈബിലേക്കൊക്കെ എത്തിക്കാൻ പുള്ളി ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്. പുള്ളിയുടെ ആ ഒരു ആശയങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അപ്പോൾ ഇത് അതിനൊരു തുടക്കമാവട്ടെ. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാധനമൊക്കെ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഈ സാധനം ഇങ്ങനെ എടുത്ത് പിടച്ചാലുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, പൊളിയായി. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു വിന്റേജ് സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പഴമക്കാര്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, അവര് ഇതൊക്കെ ഈ സാധനം സേവിക്കപ്പോഴാണ് കൂടുതലായിട്ടും കഴിക്കുക. അതിന് പറ്റിയ ഒരു കോമ്പിനേഷൻ. സോ ആരും മറക്കരുത്. മിസ്റ്റർ ഡ്രാഗൻജി, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? നമ്മുടെ ബീഫ് ഇടിച്ച് ചതച്ചത്, ഇടിയിറച്ചി, അത് പിടച്ചിട്ട് അതിന്റെ കൂടെ ദീപനെ ഒന്ന് പിടച്ച് നോക്ക്. അപ്പൊ അറിയും താൻ സംഭവ വികാസങ്ങൾ. എങ്ങനെ? അതെ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ തോന്നിയ മനസ്സിൽ? നമ്മളൊക്കെ മിക്കവാറും എവിടെ പോയാലും ബീഫാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെല്ലാവരുമാരിപ്പെട്ട എല്ലാവരും അങ്ങനെയൊക്കെയാണ്. ബീഫ് കഴിക്കുന്നത് പല ദോഷങ്ങളുണ്ട്, കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതെ, പക്ഷെ അങ്ങനെ കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പേടിയുള്ളവർക്കോ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. അതെ, ഫാറ്റ് ഇല്ല, ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഡിഷായിട്ടായിരിക്കും. അതെ, സത്യം. ചില നമ്മൾ ടച്ചിങ്സിനൊക്കെ ആയിട്ട് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഒരുപാട് നല്ല കാര്യം. ചോറിന്റെ കൂടെ കഴിക്കാം. സ്വന്തം കൊള്ളാല്ലേ? വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് പിടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ കഴിച്ച് കാണിച്ചിട്ട് പറയും. ഒരു വറ്റൽമുളകും ഒരു വെളുത്തുള്ളിയും, അതാണ് അതിന്റെ കോമ്പിനേഷൻ. പുളിയല്ലേ ഡ്രാഗൻ? യെസ്. ആ കണ്ണുകൾ കണ്ടോ? കണ്ണുകൾ ഏതോ അല്ലെ, കണ്ണുകൾ ഇരണ്ടാൽ അല്ലെ പലതും പറയുന്നത് ആ കണ്ണുകള്. ഇനി അതുമായിട്ടാണ് മൽപ്പയുദ്ധം, എന്താണ് മല്ലയുദ്ധം അല്ലേ?
സംഭവം ഇടിയറച്ചി ഒരു രക്ഷയില്ലല്ലോ ഡ്രാഗൺ. ഇടിച്ച് ചതക്കുക. കാരണം ബിയറിന്റെ ആ ഒരു എന്താ പറയാ മോൾട്ട് ടേസ്റ്റും കഴിച്ച ആ ഒരു കാർബണേഷനും എല്ലാം കൂടെ വായിലോട്ട് ചെല്ലുന്നതിന് ശേഷം തൊട്ട് പുറകെ നമ്മുടെ ബീഫ് ഇടിയിറച്ചി കൂടി ചെല്ലുമ്പോ ആ ഒരു ക്രിസ്പി ഫീൽ വരുന്നില്ലേ, അത് ചെല്ലുമ്പോ ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട് എനിക്ക്. ഒരു ആയുർവേദത്തിന്റെ ഒരു ഫീല്. എങ്ങനെ ആയുർവേദം ഇത് മെഡിസിൻ വെളുത്തുള്ളി അതെ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള ഇറച്ചി അതെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊരു ആ ഒരു ഫീൽ, ദോഷങ്ങളൊന്നും ഇല്ലാത്ത സത്യം. കാരണം ബീഫ് എന്ന് പറയുമ്പോ പൊതുവെ എല്ലാവരുടെയും വിചാരം കൊഴുപ്പാണ്, കൊളസ്ട്രോള് അല്ലേ. ഇതെന്തായാലും സംഭവം കൊള്ളാം. ഇവര് കൊണ്ടുവന്ന ഐറ്റം എന്തായാലും വെറുതെ ആയില്ലേ. അതെ സ്പൂണിന്റെ സുഖയിലല്ലേ, കൂർത്ത സ്പൂണാണ് വേണ്ടത്. അതിന്റെ പരുവം കണ്ടില്ലേ, ഉണക്കി പൊടിച്ചെടുത്ത രീതിയിൽ അല്ലടോ, ഒരു പഞ്ഞി പോലെ ഫീൽ ചെയ്യും. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ ആവശ്യത്തിന് എരിവുണ്ട്, പുളിയുണ്ട്. സംഭവം ഒരു യുണീക് ടേസ്റ്റ് ആണ്. നമ്മുടെ ഒരു ഉണക്കമീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും അല്ലേ അങ്ങനെ, ഉണക്കമീൻ പൊടിച്ചതിന്റെ ഒക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ തനതായിട്ടുള്ള ബീഫിന്റെ ആ ഒരു നാച്ചുറൽ ഇമ്പാക്ട് അതുകൊണ്ട് അതിന്റെ കൂടെ. എന്തായാലും ഡ്രങ്കന്റെ തീർന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ ബാക്കി ഒഴിക്കാം. ഇത് പഴയ പരിപാടിയല്ലേ, ഇത് പഴയ പരിപാടിയാണേ. എന്റെ കൂട്ടുകെട്ട് ശരിയല്ലോ, കൂട്ടുകെട്ട് ശരിയല്ലതാ. ഒന്നും വേണ്ട, എനിക്കിനി വേണ്ട, വേണം നിർബന്ധിച്ചാലും വേണ്ട, അങ്ങനെ വെക്കും. എന്നിട്ട് എനിക്ക് ഒഴിക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകും. ഇത് പഴയ ഡ്രങ്കരാജാണ് കേട്ടാ, രംഗൻ. അതെ, നമ്മ ഇത് തന്നെയാണെന്ന് ടീംസ് അല്ലേ. അതെ ഒരേപോലെ. ഇത് എങ്ങനെ സാധിക്കുന്നു ഡ്രാഗൺ ജി? കണക്കൂട്ടല്ലേ, എല്ലാം ശാസ്ത്രമാണെന്നല്ലേ. അപ്പൊ ഡ്രാഗൺ ജി, നമ്മളെന്തായാലും ഇടിയിറച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ കൂടെ നമ്മള് നമ്മുടെ തനതായിട്ടുള്ള ബീഫ് മുളകിടിച്ചത് കൂടെ പറയും. ഡ്രാഗൺ ജി, താങ്കളുടെ ഫേവറേറ്റ് സാധനം വന്നു കഴിഞ്ഞു, മുളകടിച്ചത്. സോ മിസ്റ്റർ ഡ്രാഗൺ, താങ്കളുടെ ഇഷ്ട ഡിഷ് വന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാം സൈഡാക്കുവാണല്ലേ? സൈഡാക്കി അടുത്ത പരിപാടിയിലേക്ക്. അതെ, ഈ സ്പൂൺ അത് അവിടെ തന്നെ അവശേഷിപ്പിച്ച് വെച്ചേക്കട ഒരു ഇത്തിരി. വെടിയിറച്ചി അല്ല, ഇടിയിറച്ചി. നമുക്കിപ്പോ ലാസ്റ്റ് റൗണ്ട് മൈക്കോടിയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഒരു ചെറിയ റൗണ്ട് മൈക്കോടിയല്ലേ? രണ്ടും രണ്ട് യുഗങ്ങളിലുള്ള സാധനങ്ങളല്ലേ? ഇടിച്ച് ചതച്ചതാ, എന്താണ് ഇതിൽ പറയുന്നത്, മുളകടിച്ചതല്ലേ? One of my all-time favorite in Ramadan. ഷോ ഓഫ് ആണ് ചില. എന്താ പറയണ്ടല്ലോ ഡ്രാഗൺ ജി, ആ ഫ്ലേവറിന്റെ എക്സ്പ്ലോഷൻ ആണ് ആക്ച്വലി. പലതരത്തിലുള്ള ഫ്ലേവേഴ്സ്. ഇപ്പൊ ഡ്രാഗൺ ജി ഒഴിച്ച നമ്മുടെ ലെമൺ ഉണ്ടല്ലോ, നാരങ്ങയുടെ ആ പഞ്ച് കൂടെ ചെല്ലുമ്പോൾ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് യുണീക്ക് ആണ്, എക്സ്പ്ലോസീവ്, സൂപ്പർ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് മൈക്കൊടി
ഇത് എനിക്ക് ഒഴിക്കണം. വേണം ശകലം ഉണ്ടേ ഇച്ചിരി ഒഴിക്കാം. ടാലിയാക്കാനുണ്ട്. ശകലം ചേർത്തോ. അതാണ് ഇങ്ങനെ ഒഴുകണം ബിയർ എന്ന് പറഞ്ഞാൽ. അതല്ല ശരി ഡ്രാഗൻ. ഇപ്പോഴാണ് മദ്യപാനി ദ ഡ്രങ്കഡ് ആയത്. പഴയ അല്ലെ പതയും ഇത് പതയില്ല. ലാസ്റ്റ് റൗണ്ട് മൈക്ക് വഴി ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ സ്വന്തം ജോമോൻ ആലപ്പുഴ വിജയ്. Cheers. അപ്പോൾ പുതിയ ബ്രാൻഡുകളൊന്നും പറയാൻ പാടില്ലല്ലോ. എങ്കിലും അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers to you all. See you in the next video.